ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ടേണിംഗ് പി എസ് സി. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് മറ്റൊരു SCRT ചാപ്റ്ററാണ്. 7ാം ക്ലാസ്സിലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. ചാപ്റ്ററിൻ്റെ പേരാണ് ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. ഓക്കെ, പുതിയ ടെസ്റ്റിലെ ക്ലാസ് എല്ലാം പ്ലേലിസ്റ്റാക്കി ആഡ് ചെയ്തിട്ടുണ്ട്. 7ലെയും 9ലെയും ബാക്കി ക്ലാസ്സുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ടല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മോനെ, ഈ മാസവും ചിലവ് കൂടുതലാണല്ലോ, ഇനിയും കടം വാങ്ങേണ്ട വരുമോ? അപ്പോൾ അച്ഛൻ പറയുകയാണ് എന്തെന്ന് പറഞ്ഞാൽ, ഈ മാസം ചിലവ് കൂടുതലാണല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് പണം ഇല്ലാതെ വരുമ്പോൾ എന്താണ്, കടം വാങ്ങേണ്ടി വരും അല്ലേ. ചിട്ടി കിട്ടിയാൽ നമ്മുടെ കടങ്ങളെല്ലാം വീട്ടാം, ബാക്കി പണം നമുക്ക് ബാങ്കിൽ നിക്ഷേപിക്കാം. അമ്മ പറഞ്ഞ മറുപടിയാണതല്ലേ. ഈ മാസത്തെ ശമ്പളം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ്റെ മരുന്നിനും കറണ്ട് ബില്ലിനുമുള്ള പണം ഞാൻ അമ്മയെ ഏൽപ്പിക്കാം. സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണവും തിരിച്ചു കൊടുക്കണം. അമ്മുവിന് ഉടുപ്പ് ഞാൻ വാങ്ങിക്കൊള്ളാം, ചിട്ടിയും അടയ്ക്കാം. ചേട്ടൻ, നാളെ അമ്മുവിൻ്റെ പിറന്നാളാണ്, ഒരു ഉടുപ്പ് വാങ്ങണ്ടേ? അച്ഛൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ട്, കറണ്ട് ബില്ലും വന്നിട്ടുണ്ട്, ചിട്ടിക്ക് പണം അടയ്ക്കാനുണ്ട്. ഓക്കെ, അപ്പം ഒരു കുടുംബത്തിലല്ലേ അച്ഛനും അമ്മയും മക്കളും കൂടെ അടങ്ങിയൊരു കോൺവെർസേഷനാണ് കേട്ടത് അല്ലേ. ഒരു പണത്തിൻ്റെ ചിലവിനെ പറ്റിയാണല്ലോ അവർ സംസാരിച്ചത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. കുടുംബ ചെലവ് നമ്മൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് കുടുംബ ചെലവിനെ പറ്റിയാണ്. ഓക്കെ, ഒരു കുടുംബം ഭക്ഷ്യ ഉപഭോഗത്തിനും, അതായത് ഫുഡ് കൺസപ്ഷനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായി ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഫുഡ് കഴിക്കാൻ, ഒറ്റ ബാക്കി പറഞ്ഞാൽ ഫുഡ് കഴിക്കാനും ബാക്കി നമുക്ക് സാധനങ്ങളും നമ്മുടെ ഓരോരോ ആവശ്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് എന്താണ് കുടുംബ ചെലവെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഓക്കെ, കുടുംബത്തിലെ എല്ലാ ചിലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാനായിട്ട് സാധിക്കില്ല അല്ലേ. നമുക്ക് പെട്ടെന്ന് അല്ലേ അടുത്ത മാസം ഇന്ന ചിലവാണ് വരുന്നത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല അല്ലേ. ആ സമയത്ത് ചിലപ്പോൾ വന്നു പോകുന്നതായിരിക്കും ഓരോരോ കാര്യങ്ങളും. ഓക്കെ, അതുകൊണ്ട് കുടുംബ ചെലവുകളെ നമുക്ക് തരംതിരിക്കാം. ഓക്കെ, കുടുംബ ചെലവ് പ്രതീക്ഷിത ചെലവുണ്ട്, അപ്രതീക്ഷിത ചെലവുണ്ട് അല്ലേ. അതായത് നമുക്ക് കറക്റ്റായിട്ട് അടുത്ത മാസം ഇന്ന ഒരു കാര്യം ചെയ്യാനുണ്ട്, അപ്പോൾ അതിന് പണം വേണം എന്നുള്ള കാര്യം അറിയാം. അതേസമയം എന്താണ്, നമ്മൾ അപ്രതീക്ഷിതമായിട്ട് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും വന്നാലും അതിന് നമ്മൾ പണം ചിലവാക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ 2 തരത്തിലാണ് കുടുംബ ചെലവിനെ തരംതിരിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിത ചെലവ് എന്താണെന്ന് നോക്കാം. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളാണ് പ്രതീക്ഷിത ചെലവ്. പ്രതിമാസം, പ്രതിവർഷം എന്നിങ്ങനെ ഇത് കണക്കാക്കുന്നതാണ്. ആഹാരം, വൈദ്യുതി ബില്ല് തുടങ്ങിയ അല്ലേ, നമുക്കറിയാം ഇലക്ട്രിസിറ്റി ബില്ല് അടുത്ത മാസം വരും, അല്ലെങ്കിൽ അങ്ങനെ വരും. ഫുഡിന് പൈസ വേണം, വാട്ടർ ബില്ല് പൈസ വേണം, അങ്ങനെയുള്ള ഇപ്പോൾ TV ചാർജ് ചെയ്യണം, അങ്ങനെ ഫോൺ ചാർജ് അല്ലേ, അതെല്ലാം നമുക്ക് അറിയാം. അതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതാണ്, നമുക്ക് കറക്റ്റായിട്ട് അത് പേ ചെയ്യണം എന്നുള്ള കാര്യം അറിയാം. അപ്രതീക്ഷിത ചിലവാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചിലവുകളാണ് അപ്രതീക്ഷിത ചിലവുകൾ അല്ലേ. പ്രകൃതിക്ഷോഭം, രോഗം അല്ലേ, ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അടുത്ത മാസം നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടാവും, നമ്മളങ്ങനെ പ്രതീക്ഷിക്കണം അല്ല അല്ലേ. അതൊക്കെ വന്നു ചേരുന്നതാണ്. അതിനാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് അപ്രതീക്ഷിത ചിലവെന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ, എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല അത് അല്ലേ. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. കുടുംബ വരുമാനം. ഓക്കെ, ഇവിടെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു നിശ്ചിത കാലയളവിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം അല്ലേ. അതായത് ഇപ്പം വീട്ടിലെല്ലാവരും ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള എന്താ വരുമാനം ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ആകെ തുകയാണ് എന്തെന്ന് പറഞ്ഞാൽ കുടുംബത്തിന് വരുമാനം എന്ന് പറയുന്നത്. വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും അല്ലേ. അതായത് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ എഴുതി, അല്ലെങ്കിൽ നമ്മൾ ഇത്രയേ ഈ മാസം ചിലവാക്കുള്ളൂ, അങ്ങനെ ഒരു ഇത് വെച്ച് നമ്മളത് കറക്റ്റ് നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് അറിഞ്ഞ് നമ്മൾ വിനിയോഗിച്ച് കൊണ്ടുപോയാൽ എന്താണ് നമുക്ക് ഒരു ചെറിയൊരു സേവിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ പെട്ടെന്നൊരു ചിലവ് വന്നാൽ അല്ലേ, നമ്മൾ കടം വാങ്ങാതെ അല്ലെങ്കിൽ മറ്റൊരാളെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ കയ്യിലൊരു സമ്പാദ്യമായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിച്ച് അത് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ജീവിത നിലവാരം ഉയർത്താനായിട്ട് സാധിക്കും. കുടുംബ ബജറ്റ് നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിന് പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു കാലയളവിലേക്ക്, ഒരു നിശ്ചിത ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 12 മാസം എടുത്തിട്ട് നമ്മളെന്താണ് ആ ഒരു സമയത്ത് നമുക്ക് വരാനുള്ള പ്രതീക്ഷിത ചിലവ്, നമുക്ക് അപ്രതീക്ഷിത ചിലവ് ഒരിക്കലും കണക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. പ്രതീക്ഷിത ചിലവ് ഇന്ന കാര്യങ്ങളുണ്ട്, വാട്ടർ ബില്ലുണ്ട്, കറണ്ട് ബില്ലുണ്ട്, അല്ലെങ്കിൽ സ്കൂളിൽ ഫീസ് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവിടെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമ്മൾ ഉൾപ്പെടുത്തി നമ്മൾ ഒരു ചാർട്ട് അല്ലേ തയ്യാറാക്കുന്ന രേഖയാണ് നമ്മൾ കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും അല്ലേ. ഇപ്പോൾ ഒരു ചെറിയൊരു
എന്താ പറയുക, ഒരു ആവറേജ് ഫാമിലിയൊക്കെ ആണെങ്കിൽ അത് അങ്ങനെ. അതേസമയം കുറച്ചും കൂടെ പൈസ ചിലവാക്കി അല്ലെ അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അതങ്ങനെ അല്ലേ. അപ്പോൾ അവരുടെ ബഡ്ജറ്റ് അതൊരിക്കലും ഈക്വൽ ആയിരിക്കില്ല അല്ലേ, ഓരോ കുടുംബത്തിനും ഓരോ രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആവശ്യവും വരുമാനവും അവരുടെ സേവനങ്ങളും ഒക്കെ വേണ്ടതെല്ലാം എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചു കൊണ്ടുവേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയതുകൊണ്ടാണ് പറഞ്ഞു വിടുന്നത്. ഓക്കെ, പിന്നെ 7ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഡീപ്പായിട്ടൊന്നും പറയുന്നില്ല. 9 വരുമ്പോഴാണ് 9, 10 വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ ഇതിനെ കൂടുതലായിട്ട് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. കുടുംബ ചെലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാം. പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായി ഉപയോഗിക്കാം അല്ലേ. നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ തന്നെ നമ്മൾ ഫുഡായിട്ട് ഉപയോഗിക്കുക. ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക. പൊതുവിതരണ സംവിധാനം, ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. ഓക്കെ, ഇവിടെ ഒരു കുടുംബത്തിൻ്റെ ഒരു മാസത്തെ ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അല്ലേ. കൂലി 9500, ശമ്പളം 10000, പെൻഷൻ 3200, കൃഷി 2100. അതാണ് അവരുടെ വരവും അവരുടെ തുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അവർക്ക് വേണ്ട ചിലവ്, അതായത് വേണ്ട സാധനങ്ങളും ഒക്കെ എന്താ പറയുക ഇവിടെ കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസം, ചികിത്സ, വസ്ത്രം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പൊതു ചെലവിലോട്ട് പോവുകയാണ്. നമ്മൾ കുടുംബത്തിലെ ഒരു ചിലവാണ് പറഞ്ഞത് അല്ലേ. നമ്മൾ കുടുംബം പറഞ്ഞു, അപ്പോൾ നമുക്ക് ഏകദേശം എന്താണ് ആ ഒരു ചിലവ് എന്താണെന്നുള്ള രീതി പറഞ്ഞു. ഇനി നമ്മൾ പൊതു ചെലവിലോട്ട് പോവുകയാണ്. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു. ജലജീവൻ മിഷൻ പദ്ധതി, കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്. സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളുടെ വാർത്താ തലക്കെട്ടാണ് അല്ലേ നമ്മളിപ്പോൾ വായിച്ചത്. ഓക്കെ, സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്ന ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചെലവഴിക്കുന്നത് അല്ലേ. അപ്പം ഓരോരോ കാര്യത്തിന് വേണ്ടിയിട്ട് സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശമ്പളമായിട്ട്, പിന്നെ പലിശ കൊടുക്കുന്നുണ്ട്, പ്രതിരോധ ചെലവുകൾ നടത്തുന്നുണ്ട്, ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം, സാമൂഹ്യ സുരക്ഷാ പദ്ധതി, ഇതൊക്കെ എന്താണ് ഗവൺമെന്റിന്റെ പണമാണ് അല്ലേ. ഓക്കെ, വികസനേതര പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവഴിക്കുന്ന ധനമാണ് പൊതു ചെലവെന്ന് പറയുന്നത്. അതായത് വികസനത്തിനും പിന്നെ വികസനത്തിനല്ലാതെയും പ്രവർത്തനങ്ങൾക്കായിട്ട് ഓരോരോ പ്രവർത്തനങ്ങൾക്കായിട്ട് ഗവൺമെന്റ് ചെലവഴിക്കുന്ന ധനമാണ് നമ്മൾ പൊതു ചെലവെന്ന് പറയുന്നത്. ഓക്കെ, സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിപുലമാക്കുന്നതിനനുസരിച്ച് പൊതു ചെലവുകളും വർദ്ധിക്കും. ഓക്കെ, വികസന ചെലവ് നമുക്ക് പൊതു ചെലവുകളെ രണ്ടായിട്ട് തരംതിരിക്കാം. വികസന ചെലവുണ്ട്, വികസനേതര ചെലവുണ്ട്. ഓക്കെ, വികസന ചെലവുണ്ട്, വികസനേതര ചെലവുണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് വികസന ചെലവ് അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആണ്. വികസന ചെലവ് അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവെന്ന് പറയുന്നു അല്ലേ. അതായത് നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികമായിട്ടും പിന്നെ സമൂഹമായിട്ടും അതിൻ്റെയൊക്കെ വികസനം, സാമ്പത്തികം വികസനം, അതായത് സമൂഹം വികസിക്കണം, അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നേരിട്ട് കൊടുക്കുന്ന ചെലവുകൾ, അത് നേരിട്ട് ഗവൺമെന്റ് കൊടുക്കുന്ന ചെലവുകളാണ് വികസന ചെലവ് അല്ലേ. വികസനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പണമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് വികസന ചെലവിലെന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിന്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിന് ഇവ ഉൽപ്പാദന ചെലവുകളെന്നും അറിയപ്പെടുന്നു അല്ലേ. അപ്പോൾ വികസനം നടത്തുന്നതുകൊണ്ട് എന്താണ്, അതോടുകൂടി നമുക്ക് എന്താണ് സമ്പദ് വ്യവസ്ഥയിലൊക്കെ കൂടുതൽ അതെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനം ഗവൺമെന്റ് അത് വികസിപ്പിച്ചെടുക്കുന്നതിന് കാരണം എന്താ, അവിടെ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ, പ്രൊഡക്ഷനൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും അത് ഗവൺമെന്റിലോട്ട് തന്നെ അതിൻ്റെ സാമ്പത്തിക എത്തും. അപ്പോൾ എന്താണ് സാമ്പത്തിക വളർച്ചയിലോട്ട് നമ്മൾ പോകും അല്ലേ. ഓക്കെ, ഇപ്പോൾ അതുകൊണ്ട് തന്നെ അവ ഉൽപ്പാദന ചെലവെന്ന് അറിയപ്പെടുന്നു. ഓക്കെ, റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചെലവുകളാണ് വികസന ചെലവായി കണക്കാക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉൽപ്പാദന ചെലവെന്നും പറയാം അല്ലേ. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തതാണ് വികസനേതര ചെലവ്, നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അതായത് വികസനവുമായി ബന്ധപ്പെട്ട ചെലവല്ല. രാജ്യ താല്പര്യത്തിനും പൊതുസേവനങ്ങൾക്കായി സർക്കാർ നിരന്തരം വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവെന്ന് പറയുന്നത്. പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയ്ക്കുള്ള ചെലവ് ഇതിൽപ്പെടുന്നു. നമുക്കറിയാം അല്ലേ, പെൻഷൻ കൊടുക്കുന്നതും അതായത് എന്തെങ്കിലും പ്രളയമോ അല്ലെങ്കിൽ ദുരന്തമോ പ്രകൃതിക്ഷോഭമോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് അവർക്ക് ഫണ്ട് നൽകുന്നുണ്ട് അല്ലെ, ഫണ്ട് അനുവദിക്കുന്നുണ്ട് ഓരോ കാര്യത്തിനും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതിനാണ് നമ്മൾ എന്താ പറയുക വികസന ഏതരം എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇവിടുത്തെ ഒരു ചാർട്ട് കൊടുത്തിട്ട് നമുക്ക് നോക്കാം. 2018-19 മുതൽ 22-23 വരെയുള്ള 5 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ പൊതുചെലവുകളാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, പൊതുചെലവ് ലക്ഷം കോടിയിൽ. ഓക്കെ, കൂടിയാണല്ലേ വന്നേക്കുന്നത്. 2018 പോലെ ആണോ? അല്ല, 2018 23.14 ആയിരുന്നെങ്കിൽ
2023 ആയപ്പോഴത്തേക്ക് എന്താണ് 41.88% അല്ലേ? ഓക്കെ, അടുത്തത് നമ്മൾ പറയാനായിട്ട് പോകുന്നത് പൊതുവരുമാനമാണ്. ഓക്കെ, പൊതുവരുമാനം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനമാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? പൊതുവരുമാനമാണ്. ഓരോ വികസനത്തിനും പിന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ് ധാരാളം പണം, ഗവൺമെൻറ്റിന് എന്താണ് ഒരുപാട് പണം ആവശ്യമായിട്ട് വരുന്നല്ലേ. ആ സാഹചര്യത്തിൽ അതെല്ലാം ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിനായി പല സ്രോതസ്സുകൾ അല്ലെങ്കിൽ പല ഇടങ്ങളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്നു, പണം സമാഹരിക്കുന്നു. അതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ധനമാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. ഇത് സർക്കാരിൻ്റെ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. സർക്കാരിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കും. പ്രധാനമായും 2 സ്രോതസ്സുകളിൽ നിന്നാണ് സർക്കാർ വരുമാനം കണ്ടെത്തുന്നത്. നമുക്ക് നോക്കാം. പൊതുവരുമാനം. നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം അല്ലെ, ടാക്സ്. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. നമുക്കറിയാലോ, ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നതാണ്. നമുക്ക് നോക്കാം. നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരിട്ട് പണം കൊടുക്കണം, നേരിട്ട് നമ്മൾ ആ നികുതി നൽകണം. അതാണ് എന്തെന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ നികുതി. അപ്പം നമ്മുടെ നേർക്കാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ തന്നെയാണെങ്കിൽ എന്താണ്, നമ്മൾ തന്നെ അത് നികുതി കൊടുക്കണം. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി അല്ലേ, നമ്മുടെ കെട്ടിട നികുതി. നമുക്കൊരു കെട്ടിടം ഉണ്ടെങ്കിൽ അതിൻ്റെ നികുതി നമ്മൾ തന്നെ കൊടുക്കണം അല്ലേ, മറ്റൊരാൾ ആരും കൊടുക്കത്തില്ല, നമ്മൾ തന്നെ നേരിട്ട് കൊടുക്കണം അല്ലേ. പ്രത്യക്ഷമായിട്ട് തന്നെ നമ്മൾ കൊടുക്കണം. ഇനി അടുത്തതാണ് പരോക്ഷ നികുതി. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു അല്ലേ. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്നതാണ്, പക്ഷെ മറ്റൊരാൾ എന്താണ് ഭാഗികമായോ മുഴുവനായോ നൽകേണ്ടി വരുന്നു. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ അല്ലേ. നമ്മളൊരു വിൽപ്പന ഇത് നടക്കുമ്പോൾ എന്താണ്, ഒരു സാധനം വിറ്റു അല്ലെങ്കിൽ ഒരാൾ മേടിച്ചു, അപ്പം ആ മേടിക്കുന്ന വ്യക്തി അതിന് നികുതി നൽകുക അല്ലേ. ചെറിയൊരു ഇതിൽ നമ്മൾ GST എന്നൊക്കെ പറയുന്നത് എന്താണ്, പരോക്ഷ നികുതിയാണ്. നമ്മൾ അറിയുന്നില്ല അല്ലേ, ഓട്ടോമാറ്റിക്കലി അത് അതിനകത്തുണ്ട്. നമ്മൾ പക്ഷേ നേരിട്ട് കൊടുക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരാളുടെ മേലെ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാളാണ് നൽകുന്നത് അല്ലേ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മളത് നൽകുകയാണ് മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലേ, മറ്റൊരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുകയാണ്. അതിനാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അതേസമയം പ്രത്യക്ഷം എന്താണ്, നമ്മൾ നേരിട്ട് അല്ലേ, നമ്മുടെ കെട്ടിട നികുതി ഇപ്പം നമ്മൾ നേരിട്ടാണ് അത് കൊടുക്കുന്നത്. ഓക്കെ, നികുതി ഏതര വരുമാനം. ഇപ്പം നമ്മൾ നികുതി വരുമാനമാണ് പറഞ്ഞത്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. ഇനി അടുത്താണ് നികുതി ഏതര വരുമാനം. നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം. അതായത് ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ. ഇതെന്നൊക്കെ പറയുന്നത് എന്താണ്, നികുതി ഏതര വരുമാനമാണ് അല്ലേ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ അല്ലേ 5 രൂപ 10 രൂപ അതൊക്കെ എന്ന് പറയുന്നത് ഫീസാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും പിഴ, എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പിഴ ലഭിക്കുന്നത്. പിന്നെ ഗ്രാൻഡ്, പിന്നെ ലാഭം, പലിശ, ഇതൊക്കെ എന്താണ്, നികുതി ഏതര വരുമാനത്തിലാണ് പെടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് പൊതുവരുമാനമാണ്, അതായത് ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നികുതി വരുമാനമുണ്ട്, നികുതി ഏതര വരുമാനമുണ്ട്. നികുതിയിലൂടെ ലഭിക്കുന്ന, അതായത് ടാക്സിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. പ്രത്യക്ഷമുണ്ട്, പരോക്ഷമുണ്ട്. നേരിട്ട് നമ്മളിലേക്ക് തന്നെ ചുമത്തുന്ന അല്ലെ നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരുന്ന പണമാണ് എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായോ അല്ല ഭാഗികമായോ കുറച്ച് പൈസയായിട്ടോ അങ്ങനെ കൊടുക്കുന്ന രീതി അത് പറയുന്നതാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതി ഏതര വരുമാനത്തിൽ പറയുന്നത് ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ എന്നിവയാണ് നികുതി ഏതര വരുമാനം അല്ലേ. നികുതിയിലൂടെ അല്ലാതെ ലഭിക്കുന്ന പണമാണ് അല്ലെങ്കിൽ ധനമാണ് എന്തെന്ന് പറയുന്നത് നികുതി ഏതര വരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നികുതി നോക്കാം. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. അതായത് നമ്മളിപ്പോൾ ഓരോ വികസനത്തിന് ഇതായിട്ട് ഫണ്ട് സമാഹരിക്കുന്നു, അപ്പം നമ്മൾ അവിടെ കൊടുക്കുന്നു. അതൊക്കെ എന്താണ് പറയുന്നത്, ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ്. ഓക്കെ, നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ നികുതി കൊടുക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നികുതിദായകരാണ് അല്ലേ. ഓക്കെ, നികുതി നൽകുന്ന വ്യക്തിയാണ് നികുതിദായകൻ എന്ന് പറയുന്നത്. ഓക്കെ, ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, GST ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് GST എന്നാ വന്നതെന്നൊക്കെ കേട്ടോ. അത് ഏത് ഭേദഗതിയാണെന്ന് നമ്മൾ പറഞ്ഞാണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി, ഏതാണ് ഭേദഗതി, ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതിയാണ് ഇതെന്ന് പറയുന്നത് ചരക്ക് സേവന നികുതി. അപ്പം നമ്മൾ GSTനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് ഒരൊറ്റ നികുതി അല്ലേ, ഒറ്റ നികുതി എന്ന ലക്ഷ്യം വെച്ചിട്ടാണ് GST നടപ്പിലാക്കിയത്. ഏത് ഭേദഗതി എന്ന് ചോദിച്ചാൽ 101 ഭേദഗതി, 101 ഭേദഗതി എന്ന് പറഞ്ഞാൽ 101.
അത് എന്നാ വന്നത്? 2017 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, PYQ ആണ്. 2017 ജൂലൈ 1. 2017 ജൂലൈ 1 101 ഭേദഗതി മുഖേനയാണ് GST നിലവിൽ വന്നത്. ഓക്കെ. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അതായത് സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഏപ്രിൽ ടു മാർച്ച് അല്ലേ? നമുക്ക് ഏപ്രിലോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ഓക്കെ. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ, അതായത് ഒരു ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ സർക്കാർ ഗവൺമെൻറ് നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ എന്താണ്? വ്യാപാരികൾ തീർച്ചയായും എന്താണ്? GST കൊടുക്കണം അല്ലേ? നിലവിൽ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. അഞ്ച് ഇതുണ്ടല്ലോ, ഇതും ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓർത്തിരുന്നില്ലെങ്കിൽ, ഈ സംഖ്യകൾ ഓർത്തില്ലെങ്കിൽ നമുക്കത് മാറിപ്പോകും. 0, 5, 12, 18, 28. ഒന്നും കൂടെ പറയാം. 0, 5, 12, 18, 28. അങ്ങനെ 5 നിരക്കുകളായിട്ടാണ് GST നൽകേണ്ടത്. 0% ഉണ്ട്, 5% ഉണ്ട്, 12 ഉണ്ട്, 18 ഉണ്ട്, 28 ഉണ്ട്. 0, 5, 12, 18, 28. ഇത് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. ഓക്കെ. ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായ GST നിരക്കിൽ മാറ്റം വരുത്താവുന്നതാണ് അല്ലേ? എന്നും ഒരേ നിരക്കായിരിക്കില്ല. അതിലൊക്കെ കാലങ്ങൾ മാറുന്ന അനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരും. ഓക്കെ. ഇന്ന് കേന്ദ്ര ബജറ്റ് പ്രതീക്ഷയോടെ സംസ്ഥാന ബജറ്റ് അവതരണം ഇന്ന് നിയമസഭയിൽ അല്ലേ? 2 വാർത്തയൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബജറ്റ്. അടുത്ത് നമ്മൾ പറയാനായിട്ട് പോകുന്ന ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് എന്തെന്ന് പറഞ്ഞാൽ ബജറ്റ് എന്ന് പറയുന്നില്ല. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ്. നമുക്കറിയാം അല്ലേ? എല്ലാ വർഷവും ബജറ്റ് അവതരണം ഉണ്ടല്ലേ? അപ്പം ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചിലവുണ്ടല്ലേ? അതായത് ഇന്ന നമ്മൾ ഇത്ര ചിലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിത ചെലവും വരവും എന്തൊക്കെയാണ് വരാനുള്ളത്, എന്തൊക്കെയാണ് ചിലവുള്ളത്, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് നമ്മൾ ബജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലേ, സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലേ? നമ്മുടെ ധനകാര്യമന്ത്രി ആരാന്ന് ഒന്ന് കമന്റ് ചെയ്യണേ. കേന്ദ്ര ധനകാര്യമന്ത്രി. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 112 അല്ലേ? 112 അനുസരിച്ച് രാജ്യത്തിന്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത്? കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. ബജറ്റ് പലതരത്തിലുണ്ട്. നമുക്കൊന്ന് നോക്കാം. ബജറ്റിന് നമ്മൾ 3ആയിട്ട് തരംതിരിക്കുകയാണ്. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ് അഥവാ ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഓക്കെ. ബജറ്റിന് നമ്മൾ 3ആയിട്ട് തിരിച്ചു. മിച്ച ബജറ്റ് ഉണ്ട്, സന്തുലിത ബജറ്റ് ഉണ്ട്, കമ്മി ബജറ്റ് ഉണ്ട്. നമുക്ക് ഓരോ നോക്കാം. മിച്ച ബജറ്റാണ് വരവ് കൂടുതൽ ചിലവ് കുറവ്. അതായത് നമുക്ക് ഒരുപാട് പൈസ അതായത് നമുക്ക് വരുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചിലവ് കുറവാണ്. അതായത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ? അതായത് മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ മിച്ചം എങ്ങനെ കണക്ട് ചെയ്താൽ മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മിച്ച ബജറ്റ് വെച്ചിട്ട് മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്. മിച്ചം വെക്കാൻ പറ്റുന്നെങ്കിൽ നമ്മുടെ ചിലവ് കുറവായതുകൊണ്ടല്ലേ നമ്മൾ മിച്ചം വെക്കുന്നത്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യുക. ഓക്കെ. ഞാനായിട്ട് പഠിച്ചൊരു ഇതാണ്. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ മിച്ചം നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. മിച്ചം വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് ഉണ്ട്. അപ്പോൾ എന്താണ്? വരവ് നമുക്ക് ഒരുപാടുണ്ട്, ചിലവ് കുറവാണ്. ഓക്കെ. കണക്ട് ചെയ്യുക. അടുത്താണ് സന്തുലിത ബജറ്റ്. സന്തുലിതം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? തുല്യമാണ് അല്ലേ? ആ വാക്കിൽ തന്നെയുണ്ട് തുല്യം. അപ്പം മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ മിച്ചം വെക്കാനായിട്ട് പറ്റുന്നുണ്ട്. സന്തുലിത ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുല്യമാണ്. വരവും ചിലവും തുല്യം. ഇപ്പം 100 രൂപ കിട്ടിയാൽ 100 രൂപ ചിലവുണ്ട്. അപ്പോൾ അവിടെ ഈക്വലാണ്. ഒന്നും നമുക്ക് സേവ് ചെയ്യാനായിട്ടില്ല. ഓക്കെ. മിച്ച ബജറ്റ് എന്ന് പറഞ്ഞാൽ 1000 രൂപ കിട്ടുന്നുണ്ട്, 500 രൂപ ചിലവുണ്ട്, ബാക്കി 500 രൂപ നമുക്ക് മിച്ചമായിട്ടുണ്ട് അല്ലേ? മിച്ചം ബാലൻസ് ഉണ്ട്. ഓക്കെ. അടുത്താണ് കമ്മി. കമ്മി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ? വരവ് കുറവും പക്ഷെ ചിലവ് കൂടുതലാണ്. നമുക്ക് 500 രൂപ വന്നെങ്കിൽ 1000 രൂപയുടെ ചിലവാണ്. അതിനാണ് നമ്മൾ കമ്മി ബജറ്റ് എന്ന് പറയുന്നത്. കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. ബജറ്റിനെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. മിച്ച ബജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരവ് കൂടുതലാണ്, ചിലവ് കുറവാണ്. ഓക്കെ. അടുത്ത സന്തുലിത ബജറ്റ്. രണ്ടും തുല്യമാണല്ലേ? 100 രൂപ വരുന്നു, 100 രൂപ ചിലവാക്കുന്നു. കമ്മി ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 500 രൂപ വന്നാൽ 1000 രൂപയുടെ ചിലവ്. അതായത് വരവ് കുറവും ചിലവ് കൂടുതലാണ്. ഓക്കെ. കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. നമ്മൾ ബജറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞല്ലേ? ഇനി നമുക്ക് ബജറ്റിൻ്റെ ഉത്ഭവം നോക്കാം. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. അപ്പോൾ ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഇതെന്ന് പറയുന്നത് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്. ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ്
ബഡ്ജറ്റ് എന്ന വാക്ക് വന്നത്. ഓക്കെ, ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ബഡ്ജറ്റ് എന്നതിൻ്റെ അർത്ഥം ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ്. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബഡ്ജറ്റ് എന്ന രൂപം കൊണ്ടത്. ഓക്കെ, അപ്പം സർക്കാരിൻ്റെ രേഖയൊക്കെ നമ്മളൊരു കുഞ്ഞു സഞ്ചിയിലാക്കി ഇട്ടേക്കണം, അതിനെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 11-ാം നൂറ്റാണ്ടിലാണ് ബജറ്റിന്റെ ആദ്യത്തെ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടിയാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ എന്താണ്. അതായത് സ്വതന്ത്ര ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായിട്ട് കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ധനകാര്യമന്ത്രിയായിരുന്നു. ധനകാര്യമന്ത്രിയാണല്ലോ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ധനകാര്യമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത് R.K. ഷൺമുഖം ചെട്ടി. PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്ക് വന്നത്. അതോടൊപ്പം തന്നെ ചെറിയ സഞ്ചി, സർക്കാരിൻ്റെ ധനരേഖകൾ ശേഖരിക്കുന്ന ചെറിയ സഞ്ചി എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ പറയാനും പോകുന്നത് പൊതുകടം അഥവാ പബ്ലിക് ഡെപ്റ്റ് ആണ്. ഓക്കെ, പൊതുകടം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടം എടുക്കേണ്ടി വരുന്നു അല്ലേ. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഇപ്പം അത്രയും പൈസ ഇല്ല, അതിന് ആ വികസനം അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ ഇല്ലാതെ വരുമ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്, കടം വാങ്ങും അല്ലേ. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പയാണ് പൊതുകടം എന്ന് പറയുന്നത് അല്ലേ. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്, പബ്ലിക് ആണ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് വാങ്ങുന്ന കടം എന്താണ്, പബ്ലിക് കടം അഥവാ പൊതുകടം. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഉള്ളിൽ നിന്നും വാങ്ങുന്നുണ്ട്, അതേപോലെ നമ്മൾ അതായത് ഇൻ്റർനാഷണൽ ആയിട്ട് വാങ്ങുന്നുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം അല്ലേ. ഇന്ത്യക്ക് ഉള്ളിലാണെങ്കിൽ അത് ആഭ്യന്തര കടം, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ അത് വിദേശ കടം എന്നിങ്ങനെ അറിയപ്പെടും. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്ന ആഭ്യന്തര കടമാണ്. ഓക്കെ, കടം നമ്മൾ പൊതു കടമാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കടമാണ്. നമ്മൾ ഇനി അതാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. അപ്പം ആഭ്യന്തര കടമാണ് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഗവൺമെൻറ് വാങ്ങുന്ന വായ്പയാണ് എന്തെന്ന് പറയുന്നത്, ആഭ്യന്തര കടം എന്ന് പറയുന്നത്. ഇവിടെ ബാങ്കിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇനി അടുത്താണ് വിദേശ കടം. വിദേശ കടം എന്ന് പറയുമ്പോൾ വിദേശ ഗവൺമെൻറ് ഒക്കെ ആയിരിക്കും അല്ലേ. വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പ, അതായത് വിദേശ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അന്തർദേശീയമായിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടമെന്ന് പറയുന്നത്. ഇത്തരം വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകും. അപ്പോൾ ഇത്തരം വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം അല്ലേ, വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതും വഴി എന്താണ്, നമുക്ക് അതൊക്കെ നമുക്ക് വീട്ടാനായിട്ട് സാധിക്കും. ആ വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായിക്കും. അടുത്താണ് നമ്മൾ പറയാനായിട്ട് പോകുന്ന ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി. ധനനയം ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാർ നയമാണ് ധനനയം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, പൊതുവരുമാനം, പൊതുചെലവ്, അതായത് വരുമാനം, ചെലവ്, പിന്നെ കടം. അതിനെപ്പറ്റി നമ്മൾ പഠിച്ചത്. വരുമാനത്തിനെ പറ്റി പറഞ്ഞു, ചെലവ് പറഞ്ഞു, കടം പറഞ്ഞു. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായ സർക്കാരിൻ്റെ നയമാണ് ധനനയം എന്ന് പറയുന്നത്. വരുമാനം, ചെലവ്, കടം ഇതെല്ലാം ധനവുമായിട്ട് ബന്ധപ്പെട്ടല്ല, അപ്പോൾ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച സമഗ്രമായ സർക്കാരിൻ്റെ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നമ്മൾ പറഞ്ഞല്ലേ, ഓരോ സാമ്പത്തിക വർഷത്തിലും നമ്മൾ ബജറ്റ് അവതരിപ്പിക്കാറുണ്ട്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഇതെന്ന് പറയുന്നത്, ധനനയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക. എന്തൊക്കെയാണ് പറഞ്ഞത്, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക അല്ലേ, സാമ്പത്തികമായിട്ടുള്ള വളർച്ചയൊക്കെ ത്വരിതമാക്കുക. അതോടൊപ്പം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അല്ലേ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, വരുമാന വിതരണത്തിൽ അസമത്വം ഇല്ലാതാക്കുക അല്ലേ, വരുമാന വിതരണത്തിൽ അല്ലേ നമ്മൾ വിതരണം ചെയ്തതിൽ സമത്വം കൊണ്ടുവരിക, അതായത് അസമത്വം ഇല്ലാതാക്കുക, അധിക ചെലവ് നിയന്ത്രിക്കുക അല്ലേ, അധികമായിട്ടുള്ള ചെലവുകളൊക്കെ നമ്മൾ നിയന്ത്രിച്ച് അത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്നത് വഴി വികസന ക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ തന്നെ കുടുംബത്തിലെ ബജറ്റായിരുന്നു അല്ലേ, അങ്ങനെ അത് സമൂഹത്തിലോട്ട് മാറുന്നു. പിന്നെ സംഘടന, പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പിന്നെ സംസ്ഥാനം, രാജ്യം അല്ല, അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുന്നത്, അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നതായാൽ മാത്രമാണ് നമ്മൾ വികസനക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് വഴി സുസ്ഥിര വികസനം കൈവരിക്കുന്നത് സഹായകമാകുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത് ബജറ്റിനെ പറ്റിയായിരുന്നു. എങ്ങനെ പണം ചെലവഴിക്കാം അല്ലേ, നമുക്കതിനകത്ത് ബാലൻസ് കൊണ്ടുവരാം. നമ്മൾ ചെലവിനെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചു.
അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലേ, നമ്മുടെ ചിലവും വരുമാനം ഒക്കെ അറിഞ്ഞ് ഉള്ളൊരു ലൈഫ് മുന്നോട്ട് പോവുക എന്നുള്ള രീതിയിൽ പറഞ്ഞു വെച്ചിട്ടൊരു ചാപ്റ്റർ ആയിരുന്നു ഇത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്